ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു തീയൽ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 2 കപ്പ് തിരികെ തേങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും തേങ്ങ വറക്കരുത്. അത് പെട്ടെന്ന് ബ്രൗൺ കളറാവും, പക്ഷേ അത് കരിഞ്ഞു പോവും. അതുപോലെ ആ ഒരു ടേസ്റ്റും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും തേങ്ങ ലോ ഫ്ലെയിമിലിട്ടിട്ടേ വറക്കാവും. ഞാൻ തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ച് ആയപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. തേങ്ങ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാവൂ കേട്ടോ. ആ ചൂടോടുകൂടി ഇരിക്കുന്ന തേങ്ങയിലേക്ക് വേണം ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ തണുക്കുന്ന സമയത്തിന് നമുക്ക് ഇതിലുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്കൊരു 1/2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 കപ്പ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും 5-6 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ തേങ്ങ ഇപ്പം തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ആദ്യമേ വെള്ളം ഒഴിച്ചാൽ ഇത് അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം വെള്ളം ഒഴിക്കാതെ അരച്ചപ്പോൾ അതിലുള്ള ഓയിലെല്ലാം പുറത്ത് വന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഞാനൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ഈ പൊട്ടറ്റോ ഉള്ളി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ തീയൽ മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്കിതിലേക്ക് 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളത് മിക്സ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. അധികം വെള്ളം ആവാൻ പാടില്ല, എന്നാൽ തീരെ കുറയാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നിന്ന് കുറച്ചും കൂടെ അധികം വേണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടപ്പില്ലാതെ തുറന്നു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ പുറത്ത് എണ്ണ തെളിയുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ പുറത്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് നമ്മുടെ തീയൽ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് തീയൽ ഇരുന്നിട്ടും കുറച്ചും കൂടി തിക്കാവും കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്തിടാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2-3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മുളക് കരിയാതെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഈ കടുക് വറുത്തത് നമുക്ക് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി തീയൽ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.